സമയം ഇപ്പോൾ 10:20. ഇന്ന് ഓലയിൽ ഫുൾ ചാർജ് ചെയ്ത് 119 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. 119 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് മോഡ് ഇട്ടത് കൊണ്ട് മാത്രമാണ്. മാക്സിമം പവർ റെഡ്യൂസ് ചെയ്ത് ടോപ്പ് സ്പീഡും കുറച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റേഞ്ച് കാണിക്കുന്നത്. ഞാൻ സാധാരണ നോർമൽ മോഡിലാണ് ഓടിക്കാറ്. നോർമൽ മോഡിൽ ഒരു 100% ഓടിച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ അതിൽ കാണിക്കുക. 100 102. അപ്പോൾ ഏകദേശം 15 കിലോമീറ്റർ റേഞ്ച് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 84-85% ചാർജ് ഉണ്ടാവാറുണ്ട്. ബാക്കി അതായത് പക്ക ഏകദേശം 1-2 വ്യത്യാസം. അതിപ്പോൾ നമ്മളൊരു കുന്ന് കയറുക അങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ അത് പക്കയായിട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ ഇതെടുത്തിട്ട് 2 വർഷമായി. ഇപ്പോൾ 2 വർഷമായവരെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് 100%-ന് ഒരു 14 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 70% ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെയുള്ള അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തു നമ്മളൊരു 20% ചാർജ് കയറി കഴിഞ്ഞാൽ 20% ചാർജ് കയറിയല്ല ഓൾമോസ്റ്റ് 20% ചാർജ് ആയിക്കഴിഞ്ഞാൽ അതായത് ബാക്കി 20 ആയിക്കഴിഞ്ഞാൽ 19 എത്തുമ്പോൾ വണ്ടി ഓഫാവും. വണ്ടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ചാർജ് 0 എന്ന് കാണിച്ചിട്ട് വണ്ടി ഓഫാവും. അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം ഇത് 10% ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് വെച്ച് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്ന് വെച്ച് വിട്ടു. പിന്നെ ഇതിൻ്റെ റേഞ്ച് കുറയാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ വെഹിക്കിളൊക്കെ എടുത്ത് നമ്മൾ 1 വർഷം 2 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് കൂടുകയും ഇതിപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുത്തിട്ട് 2 വർഷമായാലും ആകെ 2 വർഷമായത് 23,000 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നേരെ പകുതിയായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 100 കാണിച്ച 80 കിട്ടും. ആ 80 നിന്ന് ഇപ്പോൾ 15 തീരേണ്ടടുത്ത് 25 തീരുന്നു. പിന്നെ 20% വരെ ഓടിക്കാനും പറ്റില്ല. പിന്നെ ഈ വണ്ടി എന്തിനാണ്? അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ റീസോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓലയുടെ സർവീസ് സെൻറ്ററിൽ പോകുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പോകാൻ നോക്കുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം നോർമലിലാണെങ്കിൽ പോകുന്നതെങ്കിൽ തിരിച്ച് വരാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അവിടുത്തെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഫുൾ ചാർജ് ചെയ്ത് മാക്സിമം പവർ റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇത്രയും കാലം ഞാൻ ഓലയുടെ നല്ല സൈഡ് നല്ല രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്ഡേറ്റ്സും കാര്യങ്ങളും നല്ലതാണ്, സർവീസിങ് നല്ലതാണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും കാലം എനിക്ക് ഭാഗ്യമില്ല പോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ഭാഗ്യം അങ്ങ് പോയി. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വണ്ടി ഇതാണ്. ഇപ്പോൾ ഇതിനാണെങ്കിൽ നല്ല പണി, ഡിസ്പ്ലേ ബ്ലിങ്കിങ്, എന്താ പറയുക, സ്റ്റക്ക്, ഡിസ്പ്ലേ സ്റ്റക്ക്, ഷോക്ക് കംപ്ലൈൻറ്റ്, ഇല്ലാത്ത കംപ്ലൈൻറ്റ് ഇല്ല ഇതിന്. സത്യം പറഞ്ഞാൽ മടുത്ത്, ഈ ഒരു വണ്ടി എടുത്തിട്ട് മടുത്ത്. ബട്ട് നമുക്ക് ഇത് അത്രക്ക് യൂസ്ഫുള്ളായൊരു വണ്ടിയാണ് ഇലക്ട്രിക് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ കത്തിക്കാതെ നിൽക്കുന്നത്. കാരണം അത്രക്ക് പ്രശ്നങ്ങൾ. കാരണം ഒന്നാമത് ഇതിന് കീ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഇതേപോലത്തെ ഡിസ്പ്ലേ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി ഓണാക്കാൻ പറ്റില്ല. അർജൻറ്റായിട്ട് പോകുമ്പോൾ വണ്ടി ഓണാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓണാക്കി നമ്മൾ ഓണായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം, അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ചാർജർ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ അടുത്ത പ്രശ്നം. ഇതൊക്കെയാണ് കീലെസ് സ്റ്റാർട്ടിനെ കൊണ്ടുള്ള പ്രശ്നം. ഇതിൽ പറയത്തക്ക ഫീച്ചറാണ് ക്രൂയിസ് കൺട്രോള്, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ, കസ്റ്റമൈസ്ഡ് മോഡ്, ഹിൽ ഹോൾഡ് എന്ന് വെച്ച എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ അവർ ഫീച്ചറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ബാക്കിയുള്ള ഇലക്ട്രിക് സ്കൂട്ടികൾ വെച്ച് നോക്കുമ്പോൾ അവർ നേരെ തിരിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ബട്ട് നമ്മളൊരു ഇലക്ട്രിക് എടുത്ത് ഇത്രയും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ഫീച്ചറൊന്നും വേണ്ട, ഈ മാപ്പോ കോപ്പോ ഒന്നും വേണ്ട, നമുക്ക് ആകെ വേണ്ടത് കുറച്ച് റേഞ്ചാണ്, നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മാപ്പൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ? ആകെ 100 കിലോമീറ്റർ ഓടുന്ന വണ്ടിക്ക് എന്തിനാണ് ഈ മാപ്പൊക്കെ? ഒരാവശ്യമില്ലാത്തൊരു ഫീച്ചർ ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഫീച്ചർ ഒഴിവാക്കി ഇവർ എന്താ പറയുക, ഈ ഡിസ്പ്ലേൻ്റെ പോലും ആവശ്യമില്ല. ഡിസ്പ്ലേനെ നോർമൽ ഡിസ്പ്ലേ കൊടുത്ത് അത്രയും നല്ലത്. കാരണം അത്രയും നമുക്ക് ചാർജ് നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അതൊന്നുമില്ലാതെ ഇവർ ഇങ്ങനത്തെ പണിയാണ് എടുത്തു വെക്കുന്നത്. ഇപ്പോൾ പുതിയ Gen 3 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിനും വലിയ പരിതാപകരമാണ്. ഇതിനും വലിയ പരിതാപകരമാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 25 കിലോമീറ്റർ ഓടിയാൽ 30 കിലോമീറ്റർ ചാർജാണ് തീരുന്നത്. അത് അത്രയും കുറവ് തീരാൻ കാരണം ഇതിപ്പോൾ കസ്റ്റമൈസ്ഡ് മോഡ്, ഇത്രയും പവർ റെഡ്യൂസ് ചെയ്ത മോഡായത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. ഇപ്പം എന്താ പറയുക, ഷോറൂം ഒരുമിച്ച്, സർവീസ് ഒരുമിച്ച്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാം ഒരു സൈഡിലാണ് ഉള്ളത്. പുതിയ വണ്ടിയും സർവീസും എല്ലാം ഒറ്റ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു കസ്റ്റമറാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വന്ന് എടുക്കാൻ പറഞ്ഞു. അവർക്ക് വണ്ടി കൊടുക്കുന്നില്ല. എന്ന അവസ്ഥ എന്നറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പേപ്പേഴ്സ് ക്ലിയർ ആയിട്ടില്ല, അങ്ങനെ എന്തൊക്കെയാണ് അവർ പറയുന്നത്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊന്നാലും ഓല എടുക്കരുത്.
കാരണം എടുക്കരുത്. ഇവരിപ്പോൾ ഇത്രയും വളർന്ന് കഴിഞ്ഞിട്ട് പോലും അവർക്ക് ഇതൊന്നും റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ നമ്മളെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ബാറ്ററി റീപ്ലേസ് ചെയ്യണം, ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്ത് തരാം, വാറണ്ടി ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോയത് ബസ്സിലാണ്. അപ്പോൾ ബസ്സിൽ നോക്കുമ്പോൾ സീറ്റും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കൂത്തുപറമ്പ് എത്താനാകുമ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം നമ്മൾ അവിടെ എത്തിയിട്ട് എന്താ പറയുക, അത്രയ്ക്ക് ചൂട്, പിന്നെ വേറെ വഴിയില്ല, പിന്നെ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു മൂഡ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ടൗണിലെത്തിയിട്ട് നമ്മൾ പിള്ളേരോട് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എത്തിച്ചെന്ന് കാറ് നമ്മൾ വിചാരിച്ച് നേരെ വീട്ടിലേക്ക് വിടാമെന്ന്. അപ്പോൾ കുറച്ചുകൂടി പരിപാടി ഉള്ളതുകൊണ്ട് കാറെടുത്ത് നേരെ പ്രോഗ്രാമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോയി. അതായത് ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഞാൻ കുറേ തവണ ഓരോ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും എടുക്കരുത്. ഞാനിപ്പോൾ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ഇവരെ ഓല എന്ന് പറയുന്നത് ഒരു സക്സസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇ വിസിൽ ഫസ്റ്റ് നമ്മളെ മനസ്സിലിരുന്ന 2 വെഹിക്കിളായിരിക്കും ഓല ആൻഡ് ഏതർ. അപ്പോൾ അതിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഓല പ്രൈസിങ്ങിൽ കുറച്ച് കുറവാണ്. അതായത് കമ്പയറിങ് ടു ഏതർ. ഇപ്പോൾ റിസ്തയൊക്കെ ഇറങ്ങിയ സമയത്ത് 2 ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഏതർ റിസ്തക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ S1 Pro Gen 3ക്ക് വരുന്നത് 2.20 ഒക്കെയാണ് ഓൺ റോഡ് വരുന്നത്. ബട്ട് റിസ്തക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്, അതായത് ചാർജ് റേഞ്ച് എന്ന് പറയുന്നത് 129 അപ്പോൾ കമ്പയറിങ് വിത്ത് പുതിയ ഓല Gen 3ക്ക് പറയുന്നത് 320 റേഞ്ച്. അത് എത്രത്തോളം കിട്ടുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ആ ഒരു പ്രൈസിങ് പിന്നെ ഫീച്ചർ, അതുകൊണ്ടാണ് ഓല ഇപ്പോഴും ആൾക്കാർ ഇപ്പോൾ ഇത്രയും കംപ്ലയിൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഷോറൂമിൽ പോയാലോ ആടുന്ന് ഒരാൾ ചോദിച്ച് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു എടുക്കണ്ട. സ്പോട്ടിൽ ഞാൻ പറഞ്ഞു എടുക്കണ്ട. കാരണം എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് ഭാഗ്യം, നിൻ്റെ ഓലൊക്കെ ഒരു സീനും ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതാ, പറഞ്ഞ പോലെ തന്നെ ആയി, ഇല്ലാത്ത പ്രശ്നമില്ല അതിന്. ബാക്കി എന്തോ ആയിക്കോട്ടെ, ഫീച്ചറിൽ കിട്ടാത്തതോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, സാധനം സ്റ്റാർട്ടായോ ഓടുന്നുണ്ടോ കുഴപ്പമില്ല. ബട്ട് ബാറ്ററിയിൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ഇത് എത്ര നല്ല വെഹിക്കിളാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതിൽ ഓല നല്ല രീതിക്ക് ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം എൻ്റെ ഇപ്പോൾ നല്ല രീതിക്ക് മൂഞ്ചൽ കിട്ടിയിട്ടുണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ കീലെസ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഒരു ഫീച്ചറൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം കീ വേണ്ട, എവിടെയും പോയിട്ട് മറന്നു വെക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വേണ്ട. ഭയങ്കര എന്താ പറയാ, ഇതിന്റെ സോഫ്റ്റ്വെയർ ഭയങ്കര സ്റ്റേബിൾ ആണെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അത്രയും നല്ല കാര്യമാണ്. കീലെസ് ആകുമ്പോൾ നമ്മുടെ ഫോൺ പോലെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പാരന്റ്സിനല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വണ്ടി കൈമാറുമ്പോൾ അവർക്ക് വേറെ തന്നെ പാസ്കോഡ് കാര്യങ്ങളൊക്കെ ആയിക്കൊടുക്കുക, അങ്ങനത്തെ കുറേ ഉണ്ട്. പക്ഷേ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം മനസ്സിലായത്. കാരണം നമുക്കൊരു എന്താ പറയാ, മെയിനായിട്ട് വരുന്ന ഇഷ്യൂ ആണ്. ഇപ്പൊ ഞാനൊക്കെ കേൾക്കുന്നത് എനിക്ക് മാത്രമാണ്, ബട്ട് മേജർ ഇഷ്യൂ ആണ് ഡിസ്പ്ലേ ബ്ലിങ്ക്, സ്ക്രീൻ സ്റ്റക്ക്, ഇതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാരണം നമ്മളിപ്പോ എങ്ങനെയെങ്കിലും ഇപ്പോ എന്റെ വണ്ടി നോക്കുവാണെങ്കിൽ എന്റെ വണ്ടി ഓപ്പൺ ആക്കണ്ടെങ്കിൽ പാസ്വേഡ് അടിക്കുമ്പോഴായിരിക്കും ഇത് സ്റ്റക്കാണ്. അതെങ്ങനെയെങ്കിലും പണ്ടാണെങ്കിൽ നമുക്കിപ്പോ പാസ്വേഡ് അടിച്ച് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറത്തേക്കൊക്കെ ഓക്കെ ആയി കിട്ടും. അരമണിക്കൂറല്ല, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കിട്ടും. ഇപ്പോ റീബൂട്ട് ചെയ്തിട്ട് വരും. റീബൂട്ട് ചെയ്ത സ്പോട്ടിൽ ഒരു പിന്നെയും സ്റ്റക്കാ. എങ്ങനെയൊക്കെയോ നമ്മൾ ഈ സാധനം എടുത്ത് ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ ഈ ബാറ്ററി തീർന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് എങ്ങനെയെങ്കിലും ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ട്രങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യില്ല, സ്ക്രീൻ സ്റ്റക്ക് ആയിരിക്കും. പിന്നെ എന്ത് അവസ്ഥ കാണിച്ചാട്ടോ റോഡിന്റെ. ഇതിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, ഇതിന്റെ മുന്നിലോട്ട് കയറാനും പറ്റുന്നില്ല.
എന്താ പറയണ്ടേ. അപ്പൊ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഓല എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അവര് പ്രാക്ടിക്കലായിട്ടൊന്നും ചിന്തിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും ഫീച്ചറിന്റെ പറയുകയാണ്. കാരണം ഇപ്പോഴും ആൾക്കാർക്ക് ഫീച്ചർ കേട്ട് കഴിഞ്ഞാൽ പോയി എടുക്കും. ബട്ട് അത് യൂസ് ചെയ്ത ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓല യൂസ് ചെയ്ത ഒരാൾക്ക് നമ്മൾ വിചാരിക്കുക ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി പോകാൻ തുടങ്ങും. ഇപ്പൊ 100 കിലോമീറ്റർ കിട്ടുന്നത് സാധാരണ നോർമലി അത് 80 കിട്ടും. പിന്നെ ബാറ്ററി ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, 80 പോയിട്ട് 50 പോലും കിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഫീച്ചർ എന്നല്ല നോക്കുന്നത്. ഡിസ്പ്ലേ പോലും നോർമൽ ആയിട്ടുള്ള എന്താ പറയുക കളർ ഡിസ്പ്ലേ പോലും വേണ്ട, ഒരു സാധാ ഡിസ്പ്ലേ മതി. ബട്ട് നമ്മൾ നോക്കുന്നത് റേഞ്ച് മാത്രമാണ്. ഇലക്ട്രിക് സ്കൂട്ടിക്ക് റേഞ്ച് മാത്രമേ നമുക്ക് വേണ്ടൂ, വേറെ ഒന്നും നോക്കില്ല. ഇതാണ് അവസ്ഥ. ബട്ട് ഇവർ അത് ചിന്തിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ അവര് ഇപ്പൊ കുറെ ചേഞ്ചസ് എത്തിയിട്ടുണ്ട് ജെൻ 3 വരുമ്പോ. ബട്ട് അതിലും കൂടി കീ കൊടുക്കണമായിരുന്നു. ഇപ്പൊ കീ വരുന്ന കുറെ മോഡൽസ് ഉണ്ട്. S1 X Plus, S1 X അങ്ങനത്തെ കുറെ മോഡൽസ് വരുന്നുണ്ട്. അതായത് നോർമൽ ഡിസ്പ്ലേ. എനിക്ക് തോന്നുന്നു അതാ കുറച്ചും കൂടി കംഫർട്ട് തോന്നുന്നു. കാരണം ഈ ഒരു റേറ്റിന് ഞാൻ എടുത്ത 1.25 അതേ സെയിം റേറ്റിന് S1 Xോ S1 X Plus ആരും കിട്ടുന്നുണ്ട്. അതിന്റെ റേഞ്ച് പറയുന്നത് 240 കിലോമീറ്റേഴ്സ് ഒക്കെയാണ്. എന്റെ റേഞ്ച് നോർമലി പറയുന്നത് 128 ഒക്കെയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ ഓല എടുക്കാൻ പോകുന്നവരോട് പറയാ, ഇപ്പൊ ഞാൻ വിചാരിച്ച് അവർ അപ്ഡേറ്റ് ചെയ്തൊക്കെ എന്താ പറയാ പുതിയ വണ്ടി ഇറക്കി, അതിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. ജെൻ 3 പോലെ കുറെ വണ്ടി ഇറക്കുന്നുണ്ട്. S1 X Plus അങ്ങനത്തെ നോർമലി ഡെയിലി ഡ്രിവൺ ആയിട്ടുള്ള വെഹിക്കിൾസ് ഇറക്കുന്നുണ്ട്, അതിലെങ്കിലും ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ബട്ട് ഞാൻ കുറെ റിവ്യൂ വീഡിയോസ് ആയിക്കോട്ടെ ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞ് അവർ കീ വെച്ചിട്ട് ഓപ്പൺ ആക്കുന്ന വണ്ടി വരെ ഉണ്ട്. നോർമൽ ആയിട്ട് ഉള്ള ഡിസ്പ്ലേ വരുന്ന വണ്ടിക്കൊക്കെ കീ വെച്ചിട്ട് എന്താ പറയാ നമ്മൾ വെച്ച് ഈ ഒരു ഇഷ്യൂ മാത്രമേ വരൂ. സ്റ്റക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്. കീ വെച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താ പറയാ എറർ മെസ്സേജ് മേലെ വരുക, എന്നിട്ട് സ്റ്റാർട്ട് ആവില്ല. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരും. ഇത് ബാക്കി എന്തും ആയിക്കോട്ടെ, ഈ വണ്ടി സ്റ്റാർട്ട് ആവുക നമ്മളൊരു അർജന്റിൽ എടുത്ത് പോകുമ്പോൾ സ്റ്റാർട്ട് ആവാണ്ടിക്കുക, അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടീനെ മടുക്കുന്നത്. ബാക്കി എന്തും ആയിക്കോട്ടെ, ഈ എനിക്ക് ഭയങ്കരമായിട്ട് മുതലായ ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് നന്നാക്കുന്നത് തന്നെ. അല്ലെങ്കിൽ എടുത്ത് കത്തിക്കേണ്ട അവസ്ഥയാണ് ഈ വണ്ടിയൊക്കെ. ഞാൻ അത്രക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളാണ്. ഇപ്പൊ അതിനെ അത്രയും ഡീഗ്രേഡ് ചെയ്ത് പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളൊരു വണ്ടി എടുത്തെന്ന് വെച്ചിട്ട് അതിനെ എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇനി ഓല എടുക്കുന്നവര് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഹൈപ്പർ സർവീസിങ് മറ്റേത് മറിച്ചതൊക്കെ വന്നിട്ടുണ്ട്. ഹൈപ്പർ സർവീസിങ് ഒക്കെ പക്കയാണ്, അവരിപ്പോ ചെയ്തു തരുന്നുണ്ട്. ചെറിയൊരു ഇഷ്യൂസ് ആണെങ്കിൽ സ്പോട്ടിൽ മാറ്റി തരുന്നുണ്ട്. ചാർജർ പോയിട്ടോ അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ സ്പോട്ടിൽ ഇഷ്യൂ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഹൈപ്പർ സർവീസ് ഗുഡാണ്, അത്യാവശ്യം നല്ല സംഭവത്തിന്. പക്ഷെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു ഷോറൂം പോയി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഏക ഷോറൂം കണ്ണൂരാണ് വരുന്നത്. മീൻസ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലല്ല, കണ്ണൂർ ഭാഗത്ത്. തലശ്ശേരി ഇപ്പോൾ വരുന്നുണ്ട് തോന്നുന്നു. അവിടെ ഷോറൂം കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അത് ഇവിടെ എന്താ പറയണ്ടേ, ഒരു വണ്ടി എടുക്കാൻ ഞാൻ ഇപ്പം വന്ന ഒരു ആൾക്ക് പറ്റിയ വിഷയമാണ്. വണ്ടി എടുക്കാൻ വന്ന് രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരവിടെ വന്നപ്പോൾ വണ്ടി അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ വേറെയൊക്കെ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോൾ അവിടെയുള്ള ആളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഒരാളുണ്ട്, ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരു റെസ്പോൺസും ഇല്ല. അവർ വന്ന് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഞാനെന്തോ അഡ്മിനിസ്ട്രേറ്റീവോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോറൂം തുറന്നിട്ട് വെക്കുന്നത് ഇവരൊക്കെ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഏതർ ആയിക്കോട്ടെ ഓല ആയിക്കോട്ടെ, ഏതർ ഇപ്പൊ അതിന്റെ എന്താ പറയണ്ടേ പക്കയാണ്. ഓല 1% സക്സസ് റേറ്റ് ആണെങ്കിൽ ഏതറിന്റെ സക്സസ് റേറ്റ് 99%. ഇതുവരെ ആയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനത്തെ ഒന്നുമില്ല. പ്രൈസിങ് കുറച്ച് കൂടുതലാണ്, റേഞ്ച് കുറവാണ്. ബട്ട് 129 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് 129 കിട്ടിയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ ഇപ്പോ
ഓല പോലെ 2 കൊല്ലം വരെ 129 കിലോമീറ്റർ ഓടുന്ന വണ്ടി ഒരു 120 കിട്ടിയാലും കുഴപ്പമില്ല, 110 കിട്ടിയാലും കുഴപ്പമില്ല. 100 110 ഓടി 2 കൊല്ലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ റേഞ്ച് നേരെ കുറഞ്ഞിട്ട് 50-40 ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവുക? പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ലാഭം എന്ന് പറയുന്നത്, ഈ പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് 2 കൊല്ലം കഴിഞ്ഞ് ഇതിന്റെ മൈലേജ് കൂടാനേ പോകുന്നില്ല, കുറയാൻ പോകുന്നില്ല. ഇവരിപ്പം പറയുന്നത് ഈ സർവീസ് ചെയ്യണമെന്ന്. ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഇത് പോയപ്പോൾ ഞാൻ സർവീസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാനൊരു 1000 കിലോമീറ്റർ ആയപ്പോൾ സർവീസിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ റെസ്പോൺസ് വെച്ചാൽ ഇതിന് സർവീസും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, അതേ ഉള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. ഇപ്പം നിലവിൽ ഞാൻ ആൾക്കാരോട് ചോദിച്ചാൽ, എടുത്തവരോട് ചോദിച്ചിട്ടും പറഞ്ഞത് ആദ്യത്തെ 5000 കിലോമീറ്ററിൽ സർവീസ് ഉണ്ട്, ആ സർവീസിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേഞ്ച് കൂടുന്നാണ് ഇവർ പറയുന്നത് പോലും. അങ്ങനെയാണ് എല്ലാവരോടും പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. കാരണം ഇപ്പൊ Gen 3 ഇറങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. 5000 കിലോമീറ്റർ ഓടിയ ആള് കുറവായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഓലേനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കോട്ടെ. കമന്റ് ബോക്സിൽ ചോദിക്കും, എന്താണ് വെച്ച ഡൗട്ട് ഓലേനെ പറ്റി. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് എടുക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഏത് വണ്ടി എടുക്കണം, പ്രൈസ് റേഞ്ച് കാര്യങ്ങള്, സർവീസ് കാര്യങ്ങൾ എങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മതി. അപ്പൊ അടുത്ത വീഡിയോ അതിനെപ്പറ്റി ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓല എടുക്കാൻ പോകുന്നവർക്ക് ഇതാ ഒരു പാഠമാവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.